നമ്മുടെ യുവ നേതാക്കൾ അല്ലെങ്കിൽ യുവ MLA-മാരുടെ കാര്യം ഓർക്കുമ്പോൾ സാറാണെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടും ഈ ഒരു സൗഹൃദങ്ങൾ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിനകത്ത്? അല്ല, ഞാനിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമല്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ മരണ ദിവസം വരെ ഔട്ട്റീച്ച് സെല്ലിൻ്റെ ചെയർമാനായിരുന്നു. ഇപ്പോൾ എൻ്റെ ഭാഗമല്ല. ഞാനിപ്പം കോൺഗ്രസ്സിലാണ്. അപ്പം യൂത്ത് കോൺഗ്രസ്സിൽ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ കോൺഗ്രസ്സിൽ ഞങ്ങളെല്ലാം ചെറുപ്പം തൊട്ടേ കളിച്ച് വളർന്നവരും. ഇപ്പം ഷാഫി ആണെങ്കിലും രാഹുലാണെങ്കിലും വിഷ്ണു ചേട്ടനാണെങ്കിലും അല്ലെങ്കിൽ ബൽറാം ആണെങ്കിലും ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ഒരു കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. ഹൈബി ഈഡനാണെങ്കിലും അതുപോലെ തന്നെ ഒത്തിരി നീണ്ട നിരയുണ്ട്. അവരെല്ലാം ഓരോ പൊസിഷനിലേക്ക് എത്തിയത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ പക്ഷേ സൗഹൃദം ഇപ്പോഴും ഉണ്ട് എല്ലാവരും? തീർച്ചയായിട്ടും എല്ലാവരോടും സംസാരിക്കുകയും ഫോൺ വിളിക്കുകയും ഒക്കെ. കാരണം എല്ലാവരും കാണാൻ പറ്റത്തില്ല, നമ്മൾ നമ്മുടേതായ മേഖലയിലാണല്ലോ. ഇടയ്ക്ക് കാണുകയും സന്തോഷം സൗഹൃദമൊക്കെ പുതുക്കാറുണ്ട്. ഷാഫി പറമ്പിലേക്കൊന്നും നിയമസഭയിൽ ഇനി മിസ് ചെയ്യുന്നു, കാരണം ഡൽഹിക്ക് പോയതുകൊണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം നിയമസഭയെ കാണേണ്ട ഒരാളായിരുന്നു. അദ്ദേഹം എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ തന്നെ ഉണ്ടായി ഇത് ശക്തമായ ഒരു സമരം മുഖത്ത് തന്നെ നിൽക്കണമെന്ന്. പക്ഷേ അതിനെക്കാട്ടി ശക്തമായ സമരം നയിക്കാൻ ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം നയിക്കാൻ അദ്ദേഹം പോകുന്നു. അപ്പോൾ നമുക്കൊരു വിഷമമുണ്ടെങ്കിലും അവിടെ ഒരു ദൗത്യം പാർട്ടി ഏൽപ്പിക്കുമ്പോൾ അത് പോകാതിരിക്കാൻ പറ്റത്തില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.